രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തിയത് ഒരു പരാതി ഉള്ളതുകൊണ്ടാണ്, അയാളൊരു ഒഫൻസ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ സംഘടനയിൽ പ്രവർത്തിക്കേണ്ട രീതിയിലല്ല അയാൾ പ്രവർത്തിച്ചത് എന്നുള്ളതുകൊണ്ടാണ് മാറ്റി നിർത്തിയതെന്ന് അണികൾക്ക് ആ സന്ദേശം കൊടുക്കാൻ കോൺഗ്രസിന് സാധിച്ചില്ല. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉന്നയിച്ച ഔദ്യോഗികമോ ഔപചാരികമോ അല്ലാതെ തന്നെ പരാതി ഉന്നയിച്ച ധാരാളം കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. കോൺഗ്രസ് പാർട്ടിയിലെ വനിതകളുണ്ടായിരുന്നു. അപ്പോൾ അവരെ തന്നെ എന്ത് ചെയ്യുന്നു, കോൺഗ്രസ് അണികൾ ആക്രമിക്കുന്നു, അവരെ ഒറ്റപ്പെടുത്തുന്നു, അവരെ കുലംകുത്തികളെന്ന് വിളിക്കുന്നു, അവരെ സൈബർ ഇടങ്ങളിൽ അധിക്ഷേപിക്കുന്നു. അതിനെതിരെ തന്നെ പരാതികൾ വേറെയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു കോൺഗ്രസ് നേതാവ്, വനിതാ കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിക്ക് പരാതി അയച്ചു എന്നതിൻ്റെ പേരിൽ തന്നെ അവരുടെ സൈബർ ഇടങ്ങളിൽ അവർ അധിക്ഷേപിക്കപ്പെടുന്നുണ്ട്. സജ്ജന ബാബു അങ്ങനെ എന്താണ് പേര്. അപ്പോൾ ഇത് നമ്മൾ കാണാതിരുന്നുകൂടാ. പക്ഷേ അവരുടെ ശബ്ദത്തേക്കാൾ ഉറക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നവരുടെ ശബ്ദമെന്ന് നമ്മൾ കാണാണ്ടിരുന്നുകൂടാ. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്, അതായത് നമ്മൾ ഒരു പാർട്ടി എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തിയത് ഒരു പരാതി ഉള്ളതുകൊണ്ടാണ്, അയാളൊരു ഒഫൻസ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ സംഘടനയിൽ പ്രവർത്തിക്കേണ്ട രീതിയിലല്ല അയാൾ പ്രവർത്തിച്ചത് എന്നുള്ളതുകൊണ്ടാണ് മാറ്റി നിർത്തിയതെന്ന് അണികൾക്ക് ആ സന്ദേശം കൊടുക്കാൻ കോൺഗ്രസിന് സാധിച്ചില്ല. മറ്റൊന്ന്, രാഹുലിന് തന്നെ ഈ സന്ദേശം കൊടുത്തു എന്നുള്ളതാണ് കോൺഗ്രസ്. നിന്നെ മാറ്റി നിർത്തുന്നത്, താങ്കളെ മാറ്റി നിർത്തുന്നത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ്, ഇത്ര ഗുരുതരമായ തെറ്റാണ് താങ്കൾ ചെയ്തിട്ടുള്ളത് എന്ന സന്ദേശം കൊടുത്തിരുന്നെങ്കിലും എന്ത് ചെയ്യില്ലായിരുന്നു. ഈ ഒരു താൻ പൊതുമണ്ഡലത്തിൽ വിസിബിളായിരുന്നാൽ മാത്രമേ ഇനി തനിക്ക് തിരിച്ചു വരാൻ കഴിയൂ എന്ന ബോധം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാവില്ലായിരുന്നു. ഇതിപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഒരു തരത്തിലും കോൺഗ്രസ്സിന് രാഹുൽ മാങ്കൂട്ടത്തിനെ ഡിഫെൻഡ് ചെയ്യാനോ അയാളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനോ കഴിയാത്ത അവസ്ഥയാണ്. കോൺഗ്രസിൻ്റെ വക്താക്കൾക്കോ കോൺഗ്രസ് നേതാക്കൾക്കോ മിണ്ടാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, ഇത് അറസ്റ്റിലായി കഴിഞ്ഞാൽ, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്, അറസ്റ്റൊക്കെ നടന്നു കഴിഞ്ഞാൽ ഒരു സർക്കാരിനെതിരെ എന്ന് തോന്നിപ്പിക്കുന്ന പല കാര്യങ്ങളും മൂടി വയ്ക്കപ്പെടുകയും രാഹുൽ മാങ്കൂട്ടം മാത്രം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവാൻ പോകുന്ന ദിവസങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒരുപക്ഷെ അറസ്റ്റ് വൈകാൻ സാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പോ, തെരഞ്ഞെടുപ്പ് ദിവസം തൊട്ട് മുമ്പോ, അതിന് മുമ്പൊക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ അറസ്റ്റ് ഉണ്ടാവുക. അങ്ങനെയും വരാൻ സാധ്യതയുണ്ട്. വളരെ ഇപ്പോൾ നൗഫൽ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഈ കേസിനെ സർക്കാർ തന്നെ വളരെ സമർത്ഥമായി തെരഞ്ഞെടുപ്പിന് വേണ്ടി എഞ്ചിനീയർ ചെയ്യാനും സാധ്യതയുണ്ട്. അറസ്റ്റ് വൈകിപ്പിച്ചാൽ പോലും പ്രശ്നമാണ്. ഇപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ട, കുറച്ചാൽ കഴിയട്ടെ, ഇലക്ഷൻ വരട്ടെ എന്ന് തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രാഹുൽ അബ്സ്കോണ്ടിങ് ആണ്, അയാളെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പോലീസ് അങ്ങ് തീരുമാനിച്ചാൽ കോൺഗ്രസിന് വലിയ തോതിലുള്ള പ്രതിസന്ധി അതുണ്ടാക്കും. രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിന് സമ്മാനിച്ച പ്രതിസന്ധി അല്ല, അത് കോൺഗ്രസ് സ്വയം തന്നെ വരുത്തി വെച്ചൊരു വിനയായിട്ടാണ് എനിക്ക് തോന്നുന്നത്.